ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അരിപ്പൊടി കുഴയ്ക്കുകയോ പരത്തോ ഒന്നും ചെയ്യേണ്ട, നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ മാവൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. മാവ് കലക്കിയെടുക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിന് കലക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം, ഞാനിപ്പോൾ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പഴം നെയ്യിൽ കിടന്നൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ചേർക്കാം. അപ്പം ഞാനിവിടെ ശർക്കര നേരത്തെ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി കുറച്ച് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചെടുത്താണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകത്തിനായി വരണം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ആക്കിയെടുത്താൽ മതിയാവും. ഇനി നമ്മുടെ അട ഉണ്ടാക്കാനുള്ള ഇല, അത് ഞാൻ നേരത്തെ മുറിച്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇല വാട്ടിയെടുത്ത് അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ്, അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് കട്ടി കുറയ്ക്കേണ്ട, നമ്മുടെ മാവ് കലക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കട്ടിയുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സൈഡിലോട്ടൊന്നും ഒരുപാട് പോകണ്ട, നടുഭാഗത്തായിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതിയേ. സൈഡിലോട്ടൊക്കെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് മടക്കിയെടുക്കുമ്പോൾ ഒഴുകിപ്പോവും. അപ്പം നടുക്ക് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതും കൂടി ഇതിലേക്ക് വെക്കാം. അപ്പോൾ അത് ഒരു പകുതി ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുക്കുക. ഇനി ഇല ഇതുപോലെ പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. ഈ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാവ് ഒഴുകി പുറത്തോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നത്. അറ്റവും കൂടെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മടക്കി ഉടനെ തന്നെ ആവി കയറ്റാനായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ.